നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്ക, ബ്രിട്ടൻ, ഷെങ്കൻ വിസകളുള്ളവർക്ക് സൗദി അറേബ്യയിൽ പ്രവേശിക്കാൻ വേറെ വിസ വേണ്ടെന്ന പുതിയ നിയമം ഉപയോഗപ്പെടുത്തി ഇപ്പോൾ മലയാളികളും സൗദിയിലേക്ക് എത്തി തുടങ്ങി എന്നാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അമേരിക്കൻ വിസയുള്ള തൃശൂർ മാള സ്വദേശികളായ തോമസ് കല്ലറയ്ക്കലും മേരി തോമസും ഒരുപക്ഷെ ഈ രീതിയിൽ സൗദിയിലെത്തുന്ന ആദ്യ മലയാളി ദമ്പതികളാണെന്ന് കരുതപ്പെടുന്നു. പാസ്പോർട്ടിൽ അമേരിക്ക, ബ്രിട്ടൻ, ഷെങ്കൻ വിസകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സൗദി അറേബ്യയുടെ ഏത് എയർപോർട്ട് വഴിയും ഓൺ അറൈവൽ വിസ നേടി സന്ദർശകരായി രാജ്യത്ത് പ്രവേശിക്കാമെന്ന പുതിയ നിയമം അടുത്തിടെയാണ് നടപ്പായത്. റിയാദ് കിങ് ഖാലിദ് വിമാനത്താവളം വഴിയാണ് മലയാളി ദമ്പതികൾ കഴിഞ്ഞ ദിവസം എത്തിയത്. അമേരിക്കൻ വിസയുള്ള ഇരുവരും മക്കളെ കാണാൻ പുതിയ സംവിധാനം ഉപയോഗിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് വരാൻ മുൻകൂറായി സന്ദർശക വിസ നേടണം. അതത് രാജ്യങ്ങളിലെ സൗദി എംബസിയിൽ നിന്നോ കോൺസുലേറ്റിൽ നിന്നോ സ്റ്റാമ്പും ചെയ്യണം. എന്നാൽ അമേരിക്ക, ബ്രിട്ടൻ, ഷെങ്കൻ വിസയുള്ളവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി പകരം അവർക്ക് ഓൺ അറൈവൽ വിസ സൗകര്യം ഏർപ്പെടുത്തിയ നിയമം കഴിഞ്ഞ മാസമാണ് നിലവിൽ വന്നത്. പക്ഷേ ചില നിബന്ധനകളുണ്ട്. പാസ്പോർട്ടിൽ ഈ പറഞ്ഞ വിസ ഒരിക്കൽ സ്റ്റാമ്പ് ചെയ്തത് കൊണ്ട് മാത്രം വരാനാവില്ല. ആ രാജ്യങ്ങളിലേക്ക് ഒരു തവണയെങ്കിലും യാത്ര ചെയ്യണം. വിസയ്ക്ക് കാലാവധി ഉണ്ടായിരിക്കുകയും വേണം. മാത്രമല്ല സൗദി എയർലൈൻസ് വിമാനം സൗദിയിലേക്ക് യാത്രയ്ക്ക് ഉപയോഗിക്കുകയും വേണം. നിബന്ധനകളെല്ലാം പാലിച്ചു വരുന്നവർക്ക് സൗദി എയർപോർട്ടുകളിൽ നിന്ന് ഓൺ അറൈവൽ വിസ ലഭിക്കും. ഇങ്ങനെ വരുന്നവർക്ക് എയർപോർട്ടുകളിൽ പ്രത്യേക കൗണ്ടറുകൾ ആരംഭിച്ചിട്ടുണ്ട്. 400 സൗദി റിയാലാണ് ഓൺ അറൈവൽ വിസ ഫീസ്. 3 മാസത്തേക്കുള്ള വിസയാണ് ലഭിക്കുക. രാജ്യത്ത് ജോലി ചെയ്യുന്ന വിദേശികളുടെ ആശ്രിതരായ ഭാര്യ, മക്കൾ, പിതാവ്, മാതാവ്, ഭാര്യ, പിതാവ്, ഭാര്യ, മാതാവ് എന്നിവർക്ക് മാത്രമായിരുന്നു സന്ദർശക വിസ അനുവദിച്ചിരുന്നത്. അതിനുവേണ്ടി നിരവധി കടമ്പകളും കടക്കണമായിരുന്നു. എന്നാൽ പുതിയ വിസ നിയമം വന്നതോടെ അമേരിക്ക, ഷെങ്കൻ, ബ്രിട്ടൻ വിസയുള്ള ഇന്ത്യയുൾപ്പെടെ 49 രാജ്യങ്ങളിൽ നിന്നുള്ളവർ വളരെ എളുപ്പം സൗദിയിൽ എത്താനാകും. ആഭ്യന്തര വിനോദസഞ്ചാര വികസനം ലക്ഷ്യമിട്ടാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മലയാളികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.